പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളിന്ന് ബുധനാഴ്ച ദിനം അതിന് യോസേഫ് പിതാവിൻ്റെ കൂട്ടായ്മയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കിയാൽ നാളെ നമ്മളുടെ വൺ ഡേ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി ശരിക്കും പഴുവിൽ ദേശവാസികളൊക്കെ ഒരു 10 പേരോടൊക്കെ പറഞ്ഞ് കൂട്ടമായിട്ട് വരണം കേട്ടോ. പിന്നെ നമുക്ക് നാളെ വൺ ഡേ ശുശ്രൂഷ നമ്മുടെ താമസമുള്ള ധ്യാനം വൈകിട്ട് 4:30 നമ്മൾ ആരംഭിക്കുകയാണ്. ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവരോട് പറയണം കേട്ടോ. നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് അതിശക്തമായ വിധത്തിലൊരു അഭിഷേകം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ താമസമുള്ള ശുശ്രൂഷകളിൽ അവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാവോ? ദൈവജനത്തിന് ശരിക്കും ഒരു ഭയങ്കരമായ ഒരു നല്ലൊരു കുമ്പസാരത്തിലൂടെ ആഴമായ ഒരു ദൈവാനുഭവം പലർക്കും കിട്ടിയതായിട്ട് കുറേ പേര് അച്ഛനോട് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആഴമായൊരു ദൈവാനുഭവം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അനേകം കുടുംബങ്ങൾ സമ്പത്ത്, അനുഗ്രഹിക്കപ്പെടാത്ത സമ്പത്ത്, അതുപോലെ തന്നെ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കപ്പെടുന്നില്ല. ഇങ്ങനെ 2 കാര്യങ്ങളായിട്ട് സമ്പത്തുണ്ട് പക്ഷെ സമാധാനമില്ല. ചിലർക്ക് എങ്ങനെയാണെങ്കിൽ ജോലിയില്ല, വരുമാന മാർഗ്ഗങ്ങൾ തുറക്കപ്പെടുന്നില്ല. ഈ 2 കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പ്രിയ സഹോദരങ്ങളെ കൊടുക്കാറുള്ളൊരു വചനമാണ് ഹഗ്ഗായി 1:6. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തി വരുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. എന്നിട്ട് പറയാണ്, കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം. അതായത് കൂലി ലഭിക്കുന്നത് അത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 രൂപ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അത് ആ 1,00,000 കംപ്ലീറ്റ് പോകത്തക്ക വിധത്തിൽ പ്രിയ സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 2 കാര്യങ്ങൾ, ഒരു ദൈവ പൈതൽ 2 കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കപ്പെടും. അതിൽ ഒന്നാമത്തേതാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കുക എന്ന് പറഞ്ഞ് 3ാമത്തെ കൽപ്പനയുണ്ടല്ലോ, സാബത്ത് കുറ്റമറ്റ വിധം ആചരിക്കണം. അന്നല്ലേ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോക്ക്, ഭക്ഷണമല്ല ഹോട്ടലിൽ പോക്ക്, പിന്നെ എന്തൊക്കെയാണ് ആ പാർട്ടി ഈ പാർട്ടി എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ അശുദ്ധമാക്കി. സാബത്തിനെ 3ാമത്തെ കൽപ്പന അശുദ്ധമാക്കുന്നതിൽ ഞാനും നിങ്ങളൊക്കെ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട്. 2ാമത്തേതാണ് സഹോദരങ്ങളെ 10-1 ദശാംശം. അത് കർത്താവിനും ദൈവരാജ്യ ശുശ്രൂഷകൾക്കും വേണ്ടി വെക്കുന്നില്ല എങ്കിൽ അത് എൻ്റെ തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നു. എന്നെ ധ്യാനിപ്പിച്ചൊരു അച്ഛൻ പറഞ്ഞു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദശാംശം സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നവൻ അവൻ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നത് പോലെയാണ്. നോക്കൂ സഹോദരങ്ങൾ, എത്ര സ്ട്രോങ് ആയിട്ടാണ് അച്ഛൻ ഈ ബോധ്യം കിട്ടി അന്ന് തുടങ്ങി അച്ഛൻ അത് ചെയ്യാറുണ്ട്. ഞാൻ പരമാവധി എൻ്റെ അടുത്തേക്ക് വന്ന ദൈവജനത്തോട് ഈ 2 കാര്യങ്ങൾ പറയാറുണ്ട്. ആത്മാർത്ഥമായിട്ട് അനുസരിക്കാൻ പരിശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രകടമായ വിധത്തിൽ ദൈവം ഇടപെടാറുണ്ട്. അതുകൊണ്ട് വരുമാന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രിയ സഹോദരങ്ങളെ ഈ 2 പില്ലേഴ്സ് നമ്മൾ പാലിക്കുക സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങളൊക്കെ വരണ്ട് സമാധാനമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് ഇതൊരു അനുഗ്രഹമായി, ഈ ഒരു വചനം ഒരു അനുഗ്രഹമായി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.